ലോകത്ത് മുഴുവൻ അരാജകത്വം സൃഷ്ടിക്കുന്ന അമേരിക്ക ലോകനീതിയും ലോക പോലീസും ചമഞ്ഞ് എന്തൊക്കെയോ നീതി നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് കുറേ വിഡ്ഢികളെങ്കിലും വിശ്വസിക്കുന്നത്. 2013 ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്വീറ്റുണ്ട്. റിമെമ്പർ ദാറ്റ് ഐ പ്രെഡിക്റ്റഡ് ലോങ് ടൈം അഗോ ദാറ്റ് പ്രസിഡന്റ് ഒബാമ വിൽ അറ്റാക്ക് ഇറാൻ ബിക്കോസ് ഓഫ് ഹിസ് ഇന്നബിലിറ്റി ടു നെഗോഷിയേറ്റ് പ്രോപ്പർലി നോട്ട് സ്കിൽഡ്. അതായത് ഒബാമ ഇറാനുമായി യുദ്ധത്തിലേർപ്പെടുമെന്നും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അയാൾക്കില്ലെന്നും അയാൾ കഴിവുള്ളവനല്ലെന്നും അന്ന് ട്വീറ്റ് ചെയ്ത ആളാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ ഇതേ യുദ്ധത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നത്. ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ആ എഡിറ്റോറിയലിൻ്റെ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാം. അമേരിക്കയുടെ അവസാനമില്ലാത്ത യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെത്തിയത്. ആ വാഗ്ദാനം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ചാരമായിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് ഫെബ്രുവരി 28 ഇറാനെതിരെ ആഞ്ഞടിക്കുകയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെ വധിക്കുകയും ചെയ്ത തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക്കൻ നേതാവ് ഓവൽ ഓഫീസിൽ ഇരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിവേകശൂന്യന്മാരായ യുദ്ധക്കൊതിയന്മാരിൽ ഒരാളാണെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഈ രണ്ട് മനുഷ്യരുടെ കൈകളിലും രക്തം പുരണ്ടിരിക്കുന്നു. ഒരാൾ അമേരിക്കയെ ഒരു അധോലോക വൻശക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലചിത്തനായ കടുത്ത ദേശീയവാദിയാണ്. മറ്റൊരാൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധകുറ്റങ്ങൾക്കായി തിരയുന്ന വിപുലീകരണവാദിയും വംശീയ ദേശീയവാദിയുമാണ്. ട്രംപ് അധികാരമേറ്റെടുത്ത് 13 മാസത്തിനിടെ ചുരുങ്ങിയത് 7 രാജ്യങ്ങളിലെങ്കിലും ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന് കീഴിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അതിർവരമ്പുകൾക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെയും ജോർദാനിലെയും ഇസ്രായേലി അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിച്ചു. ഇത് യുദ്ധം വ്യാപിക്കാൻ കാരണമായേക്കും. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിലൂടെ കടച്ചുപൂട്ടുമെന്നും ടെഹ്റാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായേക്കും. വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഇതൊരു പ്രീഎംപ്റ്റീവ് അഥവാ പ്രതിരോധ യുദ്ധമല്ല. ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതുമായി ഒരു തെളിവുമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഒമാൻ്റെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടനുമായി ഗൗരവമായ ചർച്ചകൾ ഏർപ്പെടുകയായിരുന്നു ടെഹ്റാൻ. ബോംബ് നിർമ്മിക്കില്ലെന്നോ ആണവ സാമഗ്രികൾ സംഭവിക്കില്ലെന്നോ ഉള്ള ഇറാൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉടമ്പടി കയ്യെത്തും ദൂരത്താണെന്ന് ഫെബ്രുവരി 27 ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി പറഞ്ഞിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾ ഇറാനെ ആക്രമിക്കുകയും രാഷ്ട്രത്തലവനെയും ഉന്നത നേതാക്കളെ വധിക്കുകയും ചെയ്തു. നയതന്ത്രം ബലപ്രയോഗത്തിലൂടെ അട്ടിമറിക്കുന്നത് ഇത് ആദ്യമായല്ല. 2018 2015 ആണവ കരാർ ട്രംപ് ഏകപക്ഷീയമായി അട്ടിമറിച്ചു. 2025 ജൂണിൽ ഇറാൻ US ചർച്ചകൾ നടത്തുമ്പോൾ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം 12 ദിവസത്തെ യുദ്ധത്തിന് കാരണമായി. എന്നിരുന്നാലും ഇത്തവണത്തെ ആക്രമണം അതീവ അപകടകരമാണ്. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇറാനികൾക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള യുദ്ധമല്ല ഇത്. സ്വാതന്ത്ര്യം എന്ന വാക്കിന് സ്ഥാനമില്ലാത്ത നിരവധി മർദ്ദക രാജഭരണകൂടങ്ങളുമായും സ്വേച്ഛാധിപതികളുമായും US അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പ്രതിരോധമില്ലാത്ത, രാജ്യമില്ലാത്ത ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ വാഷിംഗ്ടൺ ഇതുവരെ ഒരു മനസ്താപവും പ്രകടിപ്പിച്ചിട്ടില്ല. ഇതൊരു തെരഞ്ഞെടുത്ത യുദ്ധമാണ്. ഒരു ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനും അമേരിക്കൻ ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മേഖലയെ പുനർനിർമ്മിക്കാനും വേണ്ടി തുടങ്ങിവെച്ചത്. അന്താരാഷ്ട്ര വ്യവസ്ഥിതിയിൽ ഇത്തരം ഗുണ്ടായുസങ്ങൾ അംഗീകരിക്കാനാവില്ല. സാമ്രാജ്യത്വ ജോഡികളുടെ യുദ്ധതന്ത്രങ്ങൾ ഇതിനകം തന്നെ മേഖലയെ തകർത്തു കഴിഞ്ഞു. തീ കൂടുതൽ പടരുന്നതിന് മുമ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കണം. അമേരിക്ക പിൻവാങ്ങണം, ഇസ്രായേലിനെ നിയന്ത്രിക്കണം. അല്ലാത്ത പക്ഷം നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ക്രമത്തിൻ്റെ അവസാനത്തെ അവശിഷ്ടം പോലും പൂർണ്ണമായും നശിച്ചു പോകും. ഇതെഴുതിയത് ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ്. നോക്കൂ, ഇത്രമേൽ കൃത്യതയോടെ, ഇത്രമേൽ വ്യക്തതയോടെ ഒരു ദിനപത്രം പറഞ്ഞതുപോലും പറയാനൊക്കാത്ത രാജ്യങ്ങളും അതോടൊപ്പം തന്നെ സമുദായമെന്ന് പേര് ചേർത്ത് വിളിക്കാവുന്ന കുറച്ച് ഇസ്ലാമിക സയനിസ്റ്റ് ഫാസിസ്റ്റുകളും കൂടിയുള്ളതാണ് ഈ സമൂഹമെന്നത് ഏറെ ഞെട്ടിക്കേണ്ടതാണ്. ഇവരുടെയൊക്കെ താല്പര്യങ്ങളും നാളുകളിൽ ഇവരൊക്കെ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതും ഈ രാജ്യം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും ഇവരുടെ നിലപാടുകൾ എല്ലാം വളരെ പരമയോഗ്യമാണ് എന്ന് കരുതുന്നിടത്ത് അബദ്ധം സംഭവിക്കുന്നു എന്ന് തന്നെ തോന്നുകയാണെന്നതാണ് വാസ്തവം. ഏതായാലും ഈ പറഞ്ഞ മേഖലയിലെ അസ്വസ്ഥതകൾ മാറി വേഗം ലോകം സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.